വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മുറികൾ തുറക്കുന്നത് വിലക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കർശന നിർദ്ദേശം. പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം തുറക്കൽ വിവാദത്തിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർമാർക്കുള്ള നിർദ്ദേശം. പേരാമ്പ്രയ്ക്ക് പുറമെ പാലക്കാട്, നെന്മാറ, ചിറ്റൂർ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രവുമായി ബന്ധപ്പെട്ടും വിവാദങ്ങൾ ഉയർന്നിരുന്നു. നെന്മാറ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന പാലക്കാട് വിക്ടോറിയ കോളേജിലെ മുറി ഇന്ന് രാവിലെ തുറക്കാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് മാറ്റിവെച്ചു. ഇതെന്ന് പറയുന്നത് ഒരു സ്ട്രോങ് റൂം ആണ് തുറക്കുന്നത്, EVM സ്ട്രോങ് റൂം ആണ് തുറക്കുന്നത് എന്നുള്ള റോങ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷനും റോങ് ആയിട്ടുള്ളൊരു റൂമർ പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി EVM സ്ട്രോങ് റൂം അല്ല തുറക്കാനിരുന്നത്. ഫോം 17 നമ്മൾ ഇതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഫോംസ് ഇരിക്കുന്ന റൂമാണ്. അപ്പം അതിൻ്റെ അകത്ത് ഡേറ്റ ടാലി ആക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു, എൻകോറിലെ ഡേറ്റ ആയിട്ട് ടാലി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് റൂം തുറക്കാമെന്ന് വിചാരിച്ചത്. ഇല്ല, ഇപ്പം തൽക്കാലം ഉണ്ടാവില്ല. CEO ഓഫീസിൽ നിന്ന് എന്താണോ ഇൻഫർമേഷൻ തരുന്നത് അതിനനുസരിച്ച് ബാക്കി ചെയ്യും. ഇന്നെന്തായാലും ഉണ്ടാവില്ല, അത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇതിനിടെ ചിറ്റൂർ, ഗുരുവായൂർ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിന് പുറത്തുള്ള CCTV പ്രവർത്തനരഹിതമായെന്ന് ചൂണ്ടിക്കാട്ടി UDF സ്ഥാനാർത്ഥികൾ രംഗത്തെത്തി. വിവരങ്ങളുമായി ഷാരിഖ് നവാസ് ഉണ്ട് നെന്മാറയിൽ നിന്നും, അജി കുഞ്ഞുമോൻ പേരാമ്പ്രയിൽ നിന്നും ചേരും. ആദ്യം ഷാരിഖിലേക്ക്. ഷാരിഖ്, ചിറ്റൂരിലാണ് ഈ നിലയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിന് പുറത്തുള്ള CCTV പ്രവർത്തനരഹിതമായെന്ന് ചൂണ്ടിക്കാട്ടി UDF സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയിരിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൽ, ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 12:15 ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്ന് കാണിച്ചാണ് UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ പരാതി നൽകിയത്. ജില്ലാ കളക്ടറും അതുപോലെ തന്നെ വരണാധികാരിക്കും പരാതി നൽകി. ഈ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന്, അതായത് അന്നേ ദിവസം മുതലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ ഇങ്ങനെ, അതായത് ഈ നിഗൂഢത ഉണ്ടെന്നും ഈ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സുമേഷ് അച്യുതൻ പരാതി നൽകിയിട്ടുള്ളത്. എന്നാൽ മറുപടിയൊന്നും കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല. അതുപോലെ തന്നെ വരണാധികാരിയുടെ ഭാഗത്തുനിന്നും മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇന്ന് രാവിലെ, അതായത് ഈ മെറ്റീരിയൽ റൂം പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് നെന്മാറ നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള EVM മെഷീനുകൾ സ്ട്രോങ് റൂമിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഇവിടെയുള്ള ഒരു മെറ്റീരിയൽ റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മിസ്കമ്മ്യൂണിക്കേഷന്റെ പുറത്ത് വലിയൊരു തെറ്റിദ്ധാരണ വന്നു. അതായത് UDF സ്ഥാനാർത്ഥി, നെന്മാറ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി A. തങ്കപ്പൻ മാധ്യമങ്ങൾ ഇത്തരത്തിൽ അറിയിക്കുകയും വലിയ വാർത്ത വരികയും പുറത്തു വരികയും ചെയ്തു. ഇതോടനുബന്ധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പാലക്കാട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഈ മെറ്റീരിയൽ റൂമും മറ്റൊരു റൂമും, ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സ്ട്രോങ് റൂമും മറ്റു മെറ്റീരിയൽ റൂമും ഒന്നും തുറക്കേണ്ടതില്ല, ഒരു റൂമും തുറക്കരുത്, അതായത് ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചത് ഉൾപ്പെടെയുള്ള ഒരു റൂമും തുറക്കരുതെന്ന് എന്നുള്ള കർശനമായ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് അത് മാറ്റിവെക്കുകയുണ്ടായി. അത് ഇപ്പോൾ തൽക്കാലത്തേക്ക് തുറക്കുന്നില്ല എന്ന് പറഞ്ഞു. അതായത് ഫോം 17A അതുപോലെ തന്നെ വോട്ടിംഗ് അനുബന്ധ രേഖകളും ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന മെറ്റീരിയൽ റൂം തുറക്കാനാണ് കളക്ടറും അതുപോലെ തന്നെ വരണാധികാരിയും ഉദ്ദേശിച്ചിരുന്നത്. നാളെ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ വോട്ടർമാരുടെ വിവരങ്ങളും മറ്റ് അനുബന്ധ വിവരങ്ങളും രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഫോം 17A എടുക്കാൻ വേണ്ടി ഇവർ ഈ മെറ്റീരിയൽ റൂം തുറക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അതൊരു സീൽഡ് റൂമൊന്നുമല്ല, ഒരു സാധാരണ മുറി മാത്രമാണെന്ന് കളക്ടർ നമ്മളോട് പറയുകയും ചെയ്തു. അത്തരത്തിലെ ഒരു മുറി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ മണ്ഡലത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും അതുപോലെ തന്നെ അവരുടെ ഏജന്റുമാരെയും ഒക്കെ വിവരം അറിയിച്ചിരുന്നു. ഇവരെത്തിയ ശേഷം മാത്രമേ തുറക്കുകയുള്ളൂ എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇത് സ്ട്രോങ് റൂം തുറക്കുകയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇത്തരത്തിലൊരു വാർത്ത വരികയും അതിനുശേഷം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതിൽ ഇടപെടുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു റൂമും പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഒരു റൂമും തുറക്കേണ്ടതില്ല എന്ന് ഇപ്പോൾ എന്തായാലും കളക്ടറും അതുപോലെ തന്നെ വരണാധികാരിയും ഒക്കെ തീരുമാനമെടുത്തിട്ടുണ്ട്. അമൽ, ശരി. ഷാരിഖ് നവാസാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.